തുർക്കിയിലെ ഹാഗിയ സോഫിയ കത്തീഡ്രൽ ദേവാലയം മോസ്കാക്കി മാറ്റിയ ക്രൈസ്തവ മനസാക്ഷിക്കേറ്റ നീറുന്ന മുറിവുകൾക്ക് 5 ആണ്ട്. 1500ഓളം വർഷം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയം മോസ്കാക്കി മാറ്റുന്നതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം ഉയർന്നിരുന്നു. ഹാഗിയ സോഫിയ കത്തീഡ്രൽ മോസ്കാക്കുന്ന ഉത്തരവിൽ 2020 ജൂലൈ 10 തയ്യിബ് എർദോഗൻ ഒപ്പുവെച്ചതിനെ തുടർന്ന് 2020 ജൂലൈ 24 ചരിത്ര പൈതൃക കത്തീഡ്രലിൽ ഇസ്ലാമിക മതാചാരങ്ങൾ ആരംഭിച്ചു. ഒട്ടോമൻ സുൽത്താൻ കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസിൽ നിന്നും കത്തീഡ്രൽ വിലയ്ക്ക് വാങ്ങിയിരുന്നു എന്ന വ്യാജമായ വാദം ഉന്നയിച്ചായിരുന്നു കത്തീഡ്രൽ ഏറ്റെടുത്തത്. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത ഒട്ടോമൻ സുൽത്താൻ കത്തീഡ്രൽ വിലയ്ക്ക് വാങ്ങേണ്ടി വരിക എന്നത് അർത്ഥശൂന്യമായ വാദമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ വീണ്ടെടുക്കപ്പെടുകയും 1919 ഹാഗിയ സോഫിയ കത്തീഡ്രലിൽ അനൗപചാരികമായി ദിവ്യബലി അർപ്പിക്കപ്പെടുകയുമുണ്ടായി. 1935 തുർക്കി റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനും ആദ്യത്തെ തുർക്കി പ്രസിഡന്റുമായ മുസ്തഫ കെമാൽ അതാതുർക്ക് ഹാഗിയ സോഫിയ കത്തീഡ്രൽ ഒരു മ്യൂസിയമാക്കി മാറ്റി. ലോകമെങ്ങും ഉയർന്ന പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ 21-ാം നൂറ്റാണ്ടിൽ പട്ടാപ്പകൽ നടന്ന കവർച്ചയായിട്ടാണ് 2020 ജൂലൈ 10 ഹാഗിയ സോഫിയ കത്തീഡ്രൽ മോസ്കാക്കുന്ന ഉത്തരവിൽ എർദോഗൻ ഒപ്പുവെച്ചതിനെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. AD 537 ജസ്റ്റീനിയൻ 1-ാമൻ ചക്രവർത്തിയുടെ കാലത്താണ് ഹാഗിയ സോഫിയ നിർമ്മിച്ചത്. ആദ്യകാലത്ത് ഒരു കത്തീഡ്രൽ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ ചർച്ച് ഓഫ് ദ ഹോളി വിസ്ഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് പണിതുയർത്തിയ ഹാഗിയ സോഫിയ ക്രൈസ്തവ ലോകത്തിന്റെ വിശുദ്ധമായ പാരമ്പര്യത്തിന്റെ പ്രതീകവും അനേകം നൂറ്റാണ്ടുകളായി ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവും 6-ാം നൂറ്റാണ്ട് മുതൽ 10 നൂറ്റാണ്ടുകാലം ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രലും ആയിരുന്നു. 1985 യുനെസ്കോ പ്രമുഖ ചരിത്ര സ്മാരകങ്ങളോടൊപ്പം ഹാഗിയ സോഫിയയെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ദേവാലയത്തെ മ്യൂസിയമായി തന്നെ നിലനിർത്തണമെന്ന് അമേരിക്ക, റഷ്യ, ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. എർദോഗന്റെ ഈ തീരുമാനത്തിന് പിന്നാലെ 2020 ജൂലൈ 12 ഫ്രാൻസിസ് പാപ്പ വികാരനിർഭരനായി പ്രതികരിച്ചിരുന്നു. ഇസ്താംബുൾ ഹാഗിയ സോഫിയോർത്ത് ഞാൻ വളരെയേറെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ ഫ്രാൻസിസ് പാപ്പ സ്വരമിടറി ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായത് വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ജൂലൈ 24 കത്തീഡ്രൽ ദേവാലയത്തിൽ ഇസ്ലാം മത നിസ്കാരം നടന്നു. പരിശുദ്ധ മറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും ചിത്രങ്ങൾ വിരികളാൽ മറയ്ക്കുകയും ചെയ്തു. ഗ്രീക്ക് സഭ ഈ ദിനം വിലാപ ദിനമായാണ് ആചരിച്ചത്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.